കെമിക്കൽ ഇക്വിലിബ്രിയത്തിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൽ നിന്നും നമുക്ക് ഒരു റിയാക്ഷൻ്റെ എക്സ്റ്റെൻറ്റ് പ്രഡിക്റ്റ് ചെയ്യാം അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു റിയാക്ഷൻ എക്സ്റ്റെൻറ്റ് എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഹൗ ക്യാൻ വി പ്രഡിക്റ്റ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ? If equilibrium constant is high value, the reaction is high extent. Like generally we can say, if equilibrium constant is greater than 10 raised to 3, the reaction is of high extent, and less than 10 raised to minus 3, the reaction is of low extent, and in between 10 raised to minus 3 and 10 raised to 3, average extent. So using equilibrium constant, we can predict about the extent of reaction, അല്ലെങ്കിൽ how much of reaction proceeds at equilibrium. ഇനി ബാക്കിയുള്ള രണ്ട് ആപ്ലിക്കേഷൻസ് നോക്കാം. അടുത്തത് predicting the direction of reaction. Another important application is predicting the direction of reaction. How can we predict the direction of a reaction using equilibrium constant? For predicting the direction of a reaction at any stage, we are using another concentration term, concentration ratio, that is called the reaction quotient. Using reaction quotient and equilibrium constant, we can predict the direction of reaction. And reaction quotient is the ratio between product of molar concentration of products and reactants at any stage of the reaction. റിയാക്ഷൻ്റെ ഏത് സ്റ്റേജിലും ഉള്ള പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ, ആ റേഷ്യോയ്ക്കാണ് റിയാക്ഷൻ കോഷ്യൻ്റ് എന്ന് പറയാം. നമുക്കറിയാം ഇക്വിലിബ്രിയത്തിലുള്ള പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ്. അതിന് പകരം ഏത് സ്റ്റേജിലും, ഒരു റിയാക്ഷൻ്റെ ഏത് സ്റ്റേജിലും അതിൻ്റെ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ, ആ റേഷ്യോയാണ് റിയാക്ഷൻ കോഷ്യൻ്റ് റെപ്രസെൻറ്റ് ചെയ്യുക. Then comparing reaction quotient and equilibrium constant, we can predict the direction of reaction at any stage. Consider a general reversible reaction at equilibrium. A plus B gives C plus D, a general reversible reaction. Then at equilibrium, what is the equilibrium constant? Kc is equal to molar concentration of C into D divided by molar concentration of A into molar concentration of B. ഈ ഒരു റേഷ്യോയ്ക്കാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഓരോ കോൺസെൻട്രേഷനും എന്താണ്? ഇറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് C ആൻഡ് D അറ്റ് ഇക്വിലിബ്രിയം, ആൻഡ് A ആൻഡ് B റെപ്രസെൻറ്റ്സ് കോൺസെൻട്രേഷൻസ് അറ്റ് ഇക്വിലിബ്രിയം. ഇതെല്ലാം എന്താണ്? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് ആണ്. നമ്മളവിടെ ഇക്വിലിബ്രിയം എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൂ. ഈ മിക്സർ ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. ഇനി നമുക്ക് ഡയറക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മൾ റിയാക്ഷൻ കോഷ്യൻ്റ് യൂസ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. റിയാക്ഷൻ കോഷ്യൻ്റ് QC, that represents the product of molar concentration of products and reactants at any stage of the reaction. Then QC is also represented as molar concentration of C into D divided by molar concentration of A into B at any stage of this reaction. ഈ റിയാക്ഷൻ എപ്പോഴായിരുന്നാലും നമുക്ക് ഈ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അതാണ് റിയാക്ഷൻ കോഷ്യൻ്റ്. Then comparing this QC with KC, we can predict the direction of reaction. If QC is greater than KC, suppose QC is greater than KC. QC വാല്യൂ നമ്മൾ മെഷർ ചെയ്യുന്നു. ഒരു റിയാക്ഷൻ്റെ ഒരു സ്റ്റേജിൽ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ മെഷർ ചെയ്യുന്നു, ദാറ്റ് ഈസ് QC, ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് KC. വെൻ QC is greater than KC, QC KCയേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? QC വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഷ്യോയിൽ ഈ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയത്തിലുള്ളതിനേക്കാൾ കൂടുതലാണ്. ഇക്വിലിബ്രിയത്തിൽ ഓരോന്നിനും ഫിക്സഡ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ഉണ്ട്. അതിൻ്റെ റേഷ്യോ പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയാം. ഇനി QC എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റേജിലാണോ മെഷർ ചെയ്യുക അവിടെയുള്ള പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷനാണ്. സോ അപ്പോൾ ഇവിടെ QC KCയേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. ഈ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ്
QC KCയേക്കാൾ കൂടുതലാവുക. മനസ്സിലായോ? KC എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ബൈ റിയാക്റ്റൻ്റ് ആണ്. ഇക്വിലിബ്രിയത്തിലുള്ള പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ ആണ്. QC എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ മെഷർ ചെയ്യുന്നു അപ്പോഴുള്ള പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ. ഇവിടെ QC KCയേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹിയർ ദി പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആൻഡ് റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ ഈസ് ലെസ് ദാൻ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ്. അതാണ് അതിൻ്റെ അർത്ഥം. QC KCയേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആൻഡ് റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ ഈസ് ലെസ് ദാൻ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. ഇപ്പോൾ ഇക്വിലിബ്രിയത്തിനേക്കാൾ കൂടുതൽ പ്രോഡക്റ്റ് വന്നാൽ ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണോ? അല്ല, സിസ്റ്റം ഈസ് നോട്ട് അറ്റ് ഇക്വിലിബ്രിയം. സോ അപ്പോൾ ഏത് ഡയറക്ഷനിലായിരിക്കും അവിടെ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും? ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കണം. ഏത് ഡയറക്ഷനിലായിരിക്കും? ഇക്വിലിബ്രിയത്തിലുള്ളതിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ കോൺസെൻട്രേഷൻ കുറയണമെങ്കിൽ എന്താണ്? ബാക്ക്വേർഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കണം. സോ ഹിയർ ദി ഡയറക്ഷൻ ഈസ് ബാക്ക്വേർഡ്. വെൻ QC ഈസ് ഗ്രേറ്റർ ദാൻ KC, റിയാക്ഷൻ ഈസ് ഇൻ ദി ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഡയറക്ഷൻ ഈസ് ബാക്ക്വേർഡ്. അപ്പോൾ QC KCയേക്കാൾ കൂടുതലാണെങ്കിൽ റിയാക്ഷൻ ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സിമിലർലി വെൻ QC ഈസ് ലെസ് ദാൻ KC, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനേക്കാൾ നമ്മൾ മെഷർ ചെയ്യുന്ന റിയാക്ഷൻ കോഷ്യൻറ്റിൻ്റെ വാല്യൂ കുറവാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? QC വാല്യൂ KCയേക്കാൾ കുറവാണെന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്ന ടൈമിലുള്ള പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയത്തിലുള്ളതിനേക്കാൾ കുറവാണെന്നാണ് അർത്ഥം. അതുകൊണ്ടല്ലേ ഇതിൻ്റെ വാല്യൂ കുറയുക. ഈ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഇവിടെയുള്ളതിനേക്കാൾ കുറവാകുമ്പോഴാണ് QC വാല്യൂ കുറയുക. അതുപോലെ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ എന്താണ്? ഇക്വിലിബ്രിയത്തിലുള്ളതിനേക്കാൾ കൂടുതലാണ്. ഇക്വിലിബ്രിയത്തിലുള്ളതിനേക്കാൾ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ കൂടുതലും പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ കുറവുമാണ്. അപ്പോൾ എന്താണ്? ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലായിരിക്കുമോ? അല്ല. റിയാക്ഷൻ ഈസ് അറ്റ് ദാറ്റ് സ്റ്റേജ് റിയാക്ഷൻ ഈസ് നോട്ട് അറ്റ് ഇക്വിലിബ്രിയം. പിന്നെ ഏത് ഡയറക്ഷനിലായിരിക്കും? ഇക്വിലിബ്രിയത്തിലുള്ള അത്രയും പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഇല്ല. ഇക്വിലിബ്രിയത്തിലുള്ളതിനേക്കാൾ കൂടുതൽ റിയാക്റ്റൻ്റ് ഉണ്ട് താനും. അപ്പോൾ റിയാക്ഷൻ ഏത് ഡയറക്ഷനിലാണ് നടക്കുക? ഫോർവേഡ് ഡയറക്ഷനിൽ നടന്നാൽ മാത്രമല്ലേ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റൂ. സോ ദ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ. സോ വെൻ QC ഈസ് ലെസ് ദാൻ KC, ദ റിയാക്ഷൻ ഈസ് നോട്ട് അറ്റ് ഇക്വിലിബ്രിയം ആൻഡ് ഇറ്റ് ഈസ് പ്രൊസീഡിങ് ടുവേർഡ്സ് ഇക്വിലിബ്രിയം. ആ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലേക്ക് അല്ലെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിൽ നടന്ന് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കും. So when QC is less than KC, reaction proceeds in the forward direction. When QC less than KC, reaction proceeds in the forward direction. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? നമ്മൾ ഏത് സ്റ്റേജിലാണോ മെഷർ ചെയ്യുക അപ്പോഴുള്ള QC വാല്യൂ KCയേക്കാൾ കൂടുതലാണെങ്കിൽ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയത്തിലുള്ളതിനേക്കാൾ കൂടുതലാണ്, റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ കുറവും. അപ്പോൾ എന്താണ്? പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയണമെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കണം. സോ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദി ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഇനി QC വാല്യൂ KCയേക്കാൾ കുറവാണെങ്കിൽ എന്താണ്? പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഇക്വിലിബ്രിയത്തിലുള്ള അത്രയും ഇല്ല. അതുപോലെ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും? റിയാക്റ്റൻ്റ് പ്രോഡക്റ്റ് ആയാലേ ഇക്വിലിബ്രിയം ആവാൻ പറ്റൂ. സോ ദി റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദി ഫോർവേഡ് ഡയറക്ഷൻ. ആൻഡ് വെൻ അറ്റ് ദി സ്റ്റേജ് ഓഫ് മെഷർമെൻറ്റ് വെൻ QC ഈസ് ഈക്വൽ ടു KC, റിയാക്ഷൻ കോഷ്യൻ്റ് KCക്ക് ഈക്വലാണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിന് ഈക്വലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദാറ്റ് റിയാക്ഷൻ ഈസ് അണ്ടർ ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ് എന്നുള്ളതാണ് അർത്ഥം. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രമേ QC വാല്യൂ KCക്ക് ഈക്വൽ ആവൂ. സോ വെൻ QC ഈക്വൽ ടു KC, ദ റിയാക്ഷൻ ഈസ് ഓൾറെഡി അറ്റ് ഇക്വിലിബ്രിയം. ആൻഡ് ഇഫ് QC ഈസ് ഗ്രേറ്റർ ദാൻ KC, റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ബാക്ക്വേർഡ് ഡയറക്ഷൻ ആൻഡ് QC ഈസ് ലെസ് ദാൻ KC, ഫോർവേഡ് ഡയറക്ഷൻ. ഓക്കെ, ഗ്രാഫ് നോക്കിയാൽ ഫസ്റ്റിൽ എന്താണ്? QC ഈസ് ലെസ് ദാൻ KC. അപ്പോൾ റിയാക്ഷൻ ഏത് ഡയറക്ഷനിലാണ്? ഫോർവേഡ് ഡയറക്ഷൻ. ദെൻ QC ഈക്വൽ ടു, QC കൂടി KCക്ക് തുല്യമാവുന്നു. QC KCക്ക് ഈക്വൽ ആകുമ്പോൾ എന്താണ്? റിയാക്ഷൻ ഈസ് ഇൻ ദി അണ്ടർ ഇക്വിലിബ്രിയം. ദെൻ QCയുടെ വാല്യൂ പിന്നെയും കൂടുന്നു. QC വാല്യൂ ഇൻക്രീസസ് ആൻഡ് ഇറ്റ് ബിക്കം ഗ്രേറ്റർ ദാൻ KC. ദെൻ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദി ബാക്ക്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ അതാണ് യൂസിങ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വി ക്യാൻ പ്രെഡിക്റ്റ് ദി ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ അറ്റ് എനി സ്റ്റേജ്. ഒരു റിയാക്ഷൻ്റെ ഏത് സ്റ്റേജിലുമുള്ള ഡയറക്ഷൻ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യാം. ഇത് പറഞ്ഞു, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഈസ് യൂസ് ടു പ്രെഡിക്റ്റ് ദി ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. അതിനൊരു പ്രോബ്ലം, ഒരു എക്സാമ്പിൾ നോക്കാം. KC for the reaction 2A gives B plus C is 2 × 10⁻³
At a given time, the composition of reaction mixture is A equal to B equal to C equal to 3 into 10 raised to minus 4 molar. In which direction the reaction will proceed? എന്താണ് ഈ റിയാക്ഷൻ്റെ Kc വാല്യൂ തന്നിട്ടുണ്ട് 2 into 10 raised to minus 3 ആണ്. ഇനി ഒരു ഗിവൺ ടൈമിൽ ഈ റിയാക്ഷനിലുള്ള എ ബി സി കോൺസെൻട്രേഷൻസ് എല്ലാം ഈക്വലാണ്. അതിൻ്റെ വാല്യൂ 3 into 10 raised to minus 4 മോളാറാണ്. ഇത്രയും കോൺസെൻട്രേഷനാണ് 3 സ്പീഷ്യസിനും ഉള്ളത് ഒരു ഗിവൺ ടൈമിൽ. ഇനി ആ ടൈമിൽ റിയാക്ഷൻ ഏത് ഡയറക്ഷനിലായിരിക്കും അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ കോൺസെൻട്രേഷൻസ് ഉള്ള ആ ടൈമിൽ റിയാക്ഷൻ ഏത് ഡയറക്ഷനിലാണ് പ്രൊസീഡ് ചെയ്യുക. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം അതിൻ്റെ റിയാക്ഷൻ കോഷ്യൻറ്റ് കണ്ടുപിടിക്കുക. അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? റിയാക്ഷൻ കോഷ്യൻറ്റ് ദാറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മൊളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു സി പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ റിയാക്റ്റൻറ്റ് റൈസ് ടു 2 ബി ഇൻറ്റു സി ഡിവൈഡ് ബൈ എ റൈസ് ടു 2. ഇനി ആ ടൈമിൽ ഏത് ടൈമിലാണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് ആ ടൈമിലുള്ള ബി സി എ കോൺസെൻട്രേഷൻസ് എല്ലാം സെയിം ആണ്. എത്രയാണ്? 3 into 10 raised to minus 4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബിയുടെ കോൺസെൻട്രേഷൻ 3 into 10 raised to minus 4, സിയും സെയിം ആണ് 3 into 10 raised to minus 4 ഡിവൈഡ് ബൈ എ ഈസ് ഓൾസോ 3 into 10 raised to minus 4, എ സ്ക്വയർ ഉണ്ട് റൈസ് ടു 2. അപ്പോൾ എന്താണ്? 3 into 10 raised to minus 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 into 10 raised to minus 4 സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടും. സോ ക്യു സി ഈക്വൽ ടു 1. അപ്പോൾ റിയാക്ഷൻ കോഷ്യൻ്റെ വാല്യൂ 1 ആണ്. വട്ട് ഈസ് കെ സി? കെ സി ഈസ് 2 into 10 raised to minus 3. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റെ വാല്യൂ 2 into 10 raised to minus 3. ഇനി ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക. ക്യു സി ആൻഡ് കെ സി ഏതാണ് വാല്യൂ കൂടുതൽ? ക്യു സി 1 ആണ്. കെ സി ഈസ് 2 into 10 raised to minus 3 എന്ന് പറഞ്ഞാൽ എന്താ? 3 പോയിൻ്റ് ഇങ്ങോട്ട് വരും അല്ലേ? 0.002 അതാണ് കെ സിയുടെ വാല്യൂ 0.002. അപ്പോൾ ക്യു സിയേക്കാൾ വളരെ കുറവാണ് കെ സി വാല്യൂ. സോ ക്യു സി ഈസ് ഗ്രേറ്റർ ദാൻ കെ സി അല്ലേ? ഗിവൺ ടൈമിൽ ക്യു സി ഈസ് ഗ്രേറ്റർ ദാൻ കെ സി. അപ്പം റിയാക്ഷൻ ഏത് ഡയറക്ഷനിലാണ് നടക്കുക? ക്യു സി വാല്യൂ കെ സിയേക്കാൾ വളരെ കൂടുതലാണ്. സോ ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ദി ബാക്ക്വേർഡ് ഡയറക്ഷൻ. ആൻഡ് ക്യു സി ഈസ് ഗ്രേറ്റർ ദാൻ കെ സി, റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ദി ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഇങ്ങനെ നമുക്ക് ക്യു സിയും കെ സിയും കൂടി കമ്പയർ ചെയ്ത് എന്താണ് ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ പ്രഡിക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ കാൽക്കുലേറ്റിംഗ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ്. ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ അവിടെ ഓരോ സ്പീഷ്യസിൻ്റെയും കോൺസെൻട്രേഷൻസ് കോൺസ്റ്റൻ്റ് ആണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് സ്പീഷ്യസ്, ഹൗ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ആൻഡ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. റിയാക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അറിയാമായിരിക്കും. അതുപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും അറിയാമെങ്കിൽ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദി ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് ഓഫ് ഈച്ച് സ്പീഷ്യസ്? That is the third application of equilibrium constant, calculating equilibrium concentrations. Equilibrium concentrations എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്കൊരു പ്രോബ്ലം ഉപയോഗിച്ച് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. The value of Kc equal to 4.24 at 800 Kelvin for the reaction CO plus H2O gives CO2 plus H2. Calculate the equilibrium concentrations of CO2, H2, CO and H2O at 800 Kelvin. If only CO and H2O are present initially at concentrations of 0.10 molar each. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. CO plus H2O gives CO2 plus H2. ഈ ഇക്വിലിബ്രിയം ഇക്വേഷനിലുള്ള ഓരോ സ്പീഷ്യസിൻ്റെയും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അറ്റ് 800 കെൽവിൻ. സിഒയും H2Oയും മാത്രമാണ് ഇനീഷ്യലി ഉള്ളത്. അതിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.1 മോളാർ കോൺസെൻട്രേഷൻ. അങ്ങനെ ആയിരുന്നാൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെയും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത്. ഫസ്റ്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ എഴുതുക. അതിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻസ് ആദ്യം റെപ്രസെൻറ്റ് ചെയ്യാം. സിഒയും H2Oയുമാണ് ഇനീഷ്യലി ഉള്ളത്. അതിൻ്റെ കോൺസെൻട്രേഷൻസ് എത്രയാണ്? 0.1 മോളാർ ഈച്ച്. അതാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് 0.1 മോളാർ. ഇപ്പോൾ രണ്ടിനും 0.1 മോളാർ കോൺസെൻട്രേഷനാണ്. വാട്ട് അബൌട്ട് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് CO2 ആൻഡ് H2? റിയാക്ഷൻ തുടങ്ങുമ്പോൾ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CO2ൻ്റെയും H2ൻ്റെയും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്താണ്? 0 ആണ്. ദെൻ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
ഇഫ് എക്സ് ഈസ് ദ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് അറ്റ് ഇക്വിലിബ്രിയം. നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് ഇക്വിലിബ്രിയം ആവുമ്പോഴേക്കും റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനിലുള്ള ഡിക്രീസ് എത്രയാണ്? എക്സ് എന്ന് എടുക്കുന്നു. എക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് CO or H2O അറ്റ് ഇക്വിലിബ്രിയം ഈസ് എക്സ്. ദെൻ വാട്ട് ഈസ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ്? ഇനീഷ്യൽ എമൗണ്ട് 0.1 ആണ്. അതിനകത്ത് എക്സ് എമൗണ്ട് കുറഞ്ഞു, എക്സ് എമൗണ്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞു. അപ്പം ഇക്വിലിബ്രിയത്തിൽ ബാക്കി എത്രയുണ്ടാവും? ആദ്യം എടുത്തത് 0.1 ആണ്, അതിനകത്ത് എക്സ് കുറഞ്ഞു, ബാക്കി എത്രയുണ്ട്? 0.1 മൈനസ് എക്സ്. H2Oയ്ക്കും അതേ കോൺസെൻട്രേഷനാണ്, അപ്പോൾ 0.1 മൈനസ് എക്സ്. ദാറ്റ് ഈസ് ദി equilibrium concentrations of CO and H2O. What about the equilibrium concentration of CO2 and H2? ഇതിൻ്റെ കോൺസെൻട്രേഷനിൽ എക്സ് എമൗണ്ട് കുറയുകയാണ്. ഇത് രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ എക്സ് എമൗണ്ട് കുറഞ്ഞു. അപ്പോൾ ഈ ബാലൻസ്ഡ് ഇക്വേഷൻ അനുസരിച്ച് ഒരു CO-യും ഒരു H2O-യും റിയാക്ട് ചെയ്താൽ ഒരു CO2-വും ഒരു H2-വും ഫോം ചെയ്യും. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ എക്സ് എമൗണ്ട് കുറയുകയെന്ന് വെച്ചാൽ എന്താ? അത്രയും എമൗണ്ട് റിയാക്ട് ചെയ്തതാണ്. അപ്പോൾ എക്സ് എമൗണ്ട് CO-യും എക്സ് എമൗണ്ട് H2O-യും റിയാക്ട് ചെയ്താൽ എത്ര എമൗണ്ട് CO2-വും H2-വും പ്രൊഡ്യൂസ് ചെയ്യും? എക്സ് എമൗണ്ട് CO2 and X amount H2 is produced. So the equilibrium concentration of CO2 and H2 is X. Okay. ഇവിടെ ഉണ്ടാകുന്ന കോൺസെൻട്രേഷനിലുള്ള ഡിക്രീസ് എക്സ് ആണ്. ഇത് എത്ര ഡിക്രീസ് ചെയ്യുന്നോ? ഒരു CO-യും H2O-യും റിയാക്ട് ചെയ്താൽ ഒരു CO2-വും ഒരു H2 ആണ് ഉണ്ടാവുക. അപ്പോൾ എക്സ് റിയാക്ട് ചെയ്താൽ എക്സ് എമൗണ്ട് CO2 and H2 is formed. Then ഇതാണ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ്. ഇനി നമുക്ക് എക്സ് കാൽക്കുലേറ്റ് ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. ഇനി ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് CO2 ഇൻറ്റു H2 ഡിവൈഡഡ് ബൈ CO ഇൻറ്റു H2O. ദെൻ ഇവിടെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. CO2ൻ്റെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എക്സ്, H2ൻ്റേത് എക്സ്, എക്സ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ CO-യുടെ എന്താണ്? 0.1 മൈനസ് എക്സ്, H2O-ൻ്റേത് 0.1 മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Kc value is given, that is 4.24, that is equal to 4.24. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യണം. സോ വി ക്യാൻ ടേക്ക് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4.24 ഇൻറ്റു 0.1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഇത് രണ്ട് 0.1 മൈനസ് എക്സ് ഇൻറ്റു 0.1 മൈനസ് എക്സ്. സോ ദാറ്റ് ഈസ് 0.1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. സോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4.24 ഇൻറ്റു 0.1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഇനി ഇതിനെ വീണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 4.24, ഇനി ഇതിനെ സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? എ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയറിന് തുല്യമാണത്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ 0.1ഉം ബി എക്സുമായിട്ട് എടുത്താൽ എന്ത് വരും? ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.01, എ സ്ക്വയറിന് പകരം എന്ത് എഴുതാം? 0.1 സ്ക്വയർ മൈനസ് 2ab മൈനസ് 2 ഇൻറ്റു എ 0.1 ഇൻറ്റു എക്സ് പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്താ? ബി എക്സ് ആണ്, അപ്പോൾ എക്സ് സ്ക്വയർ. ഇനി അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുക. 4.24 ഇൻറ്റു 0.1 സ്ക്വയർ 0.01 തന്നെ വരും, മൈനസ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 0.1 0.2x പ്ലസ് എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി 4.24 കൊണ്ട് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്തു, ഈക്വൽ ടു 0.0424 മൈനസ് 0.848x പ്ലസ് 4.24 എക്സ് സ്ക്വയർ. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ദെൻ ഇതെന്തിന് ഈക്വലാണ്? എക്സ് സ്ക്വയറിന് ഈക്വലാണ്. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ദിസ് വാല്യൂ. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ 4.24 എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ എക്സ് സ്ക്വയറിനെ ഈ സൈഡിലേക്ക് എടുത്താൽ എന്ത് വരും? 4.24 എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരും അല്ലേ? ഇവിടെയുള്ള എക്സ് സ്ക്വയറിനെ ഈ സൈഡിലേക്ക് എടുത്താൽ 4.24 എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ത് വരും? 4.24 മൈനസ് 1 3.24 എക്സ് സ്ക്വയർ വരും. അപ്പോൾ ഈ സൈഡിലുള്ളതെല്ലാം പോയി അവിടെ നമുക്കിവിടെ 0 ഇടാം. സോ ഇക്വേഷൻ നമുക്കിങ്ങനെ എഴുതാം, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിലേക്ക് ഇതിനെ മാറ്റുക. അപ്പോൾ എക്സ് സ്ക്വയർ ഉള്ള ടൈം ആദ്യം എഴുതി, 4.24 എക്സ് സ്ക്വയർ ഈ എക്സ് സ്ക്വയറിനെ ഇങ്ങോട്ട് എടുത്തപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ആയി. അപ്പോൾ എന്ത് വരും? 3.24 എക്സ് സ്ക്വയർ മൈനസ് 0.848x പ്ലസ് 0.0424 ഈക്വൽ ടു 0. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് നമ്മൾ മാറ്റി.
ax square plus bx plus c that is equal to 0. That is equation of quadratic equation ആണ് ഫോമാണത്. ആ രൂപത്തിലേക്ക് നമ്മൾ മാറ്റി. ഇനി നമുക്കതിന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇതാണ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇവിടെ എ ബി സി എന്തൊക്കെയാണ്? എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റാണ് എ 3.24. ഇനി ബി എക്സ്, ഇവിടെ ബി എന്താണ്? മൈനസ് 0.848. ബി ഈസ് മൈനസ് 0.848. സി എന്താണ്? 0.0424. ഇവിടെ സിക്ക് പകരം ഇത് എഴുതാം 0.0424. ഇനി അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു മൈനസ് ബി. ഇവിടെ ബിയുടെ വാല്യൂ എത്രയാണ്? മൈനസ് 0.848 ആണ്. അപ്പോൾ മൈനസ് ബി ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ മൈനസ് ബിയുടെ വാല്യൂ തന്നെ മൈനസ് ആണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. സോ 0.848 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. ബി ഈസ് മൈനസ് 0.848. അതിൻ്റെ സ്ക്വയർ ഇടുമ്പോൾ അവിടെയും മൈനസ് സൈന് റിമൂവ് ചെയ്യപ്പെടും. സോ 0.848 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എത്രയാണ്? 3.24 ഇൻറ്റു സി 0.0424 ഡിവൈഡഡ് ബൈ 2a 2 ഇൻറ്റു 3.24. ഇനി ഈ റൂട്ടിനുള്ള വാല്യൂ ഉള്ളിലുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക 0.4118 ആണ്. 0.4118. So x is equal to 0.848 plus or minus 0.4118 divided by 6.48. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ 6.48 കിട്ടും. ഇനി ഇവിടെ പ്ലസും മൈനസും ഉണ്ട്. അപ്പം ആഡ് ചെയ്തുള്ള വാല്യൂ ഉണ്ട്, സബ്സ്ട്രാക്ട് ചെയ്തുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ ആഡ് ചെയ്തുള്ള വാല്യൂ x1 കൊടുക്കാം. x1 is equal to 0.848 plus 0.4118 divided by 6.48. x1ൻ്റെ വാല്യൂ കിട്ടുക 0.067. ഓക്കെ. ഇനി x2 അനദർ പോസിബിലിറ്റി. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 0.848 മൈനസ് 0.4118 ഡിവൈഡഡ് ബൈ 6.48. അത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 0.194. അപ്പോൾ എക്സിൻ്റെ രണ്ട് വാല്യൂസ് നമുക്ക് കിട്ടി, 0.067 ആൻഡ് 0.194. അപ്പോൾ എക്സിന് ഇവിടെ രണ്ട് വാല്യൂസ്, ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ രണ്ട് വാല്യൂസ് കിട്ടി. ഇനി അതിലേതാണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുക? എക്സിൻ്റെ രണ്ട് വാല്യൂസ് കിട്ടിയതിൽ ഇവിടെ ഏതാണ് പോസിബിൾ ആവുക? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 0.1 ആണ്. അപ്പോൾ അതിൽ നിന്നും എത്ര ഡിക്രീസ് ചെയ്തു എന്നുള്ളതാണ് എക്സ് റെപ്രസെൻ്റ് ചെയ്യുക. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ 0.1നേക്കാൾ കൂടാൻ പറ്റില്ലല്ലോ എക്സ്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ രണ്ട് വാല്യൂസ് എന്താണ്? 0.067 ആൻഡ് 0.194. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0.1 അല്ലേ? 0.1നേക്കാൾ ഇത് കൂടുതലാണ്. അപ്പോൾ ഇത് പോസിബിൾ അല്ല, ഈ വാല്യൂ പോസിബിൾ അല്ല. അപ്പോൾ എന്താണ് കറക്റ്റ് വാല്യൂ? എക്സിൻ്റെ കറക്റ്റ് വാല്യൂ 0.067 ആണ്. സോ എക്സ് ഈക്വൽ ടു 0.067. അത് എക്സ് കിട്ടിയാൽ തന്നെ നമുക്ക് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് CO2 H2 കിട്ടും. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് CO2 ഈക്വൽ ടു H2 ആണ്. എക്സ് രണ്ടും എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.067 മോളാർ. ദെൻ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് CO ആൻഡ് H2O എന്ത് വരും? അത് രണ്ടും എന്താണ്? 0.1 മൈനസ് എക്സ് ആണ്. എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.1 മൈനസ് 0.067 അതാണ് എക്സിൻ്റെ വാല്യൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 0.033 മോളാർ. ദാറ്റ് ഈസ് ദി റിസൾട്ട്. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് CO ആൻഡ് H2O ആർ 0.033 മോളാർ. CO2ൻ്റെയും H2ൻ്റെയും എന്താണ്? 0.067 മോളാർ. ദാറ്റ് ഈസ് ദി calculation of equilibrium concentrations using initial concentration and Kc value. Equilibrium constantൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് കാൽക്കുലേറ്റിംഗ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് യൂസിങ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 13.8 gram of N2O4 was placed in a 1 liter reaction vessel at 400 Kelvin and allowed to attain equilibrium. N2O4 gas gives 2NO2 gas.
The total pressure at equilibrium was found to be 9.15 bar. Calculate Kc, Kp and partial pressures at equilibrium. ഇപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇക്വിലിബ്രിയം ഏതാണ്? N2O4 ഗ്യാസ്. ദാറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് 2NO2 ഗ്യാസ്. 13.8 gram of N2O4 was taken in a 1 liter reaction vessel at 400 Kelvin and allowed to attain equilibrium. Then we have to calculate Kp, Kc and equilibrium concentrations. നോക്കാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത്. തന്നിരിക്കുന്ന വാല്യൂ എന്താണ്? N2O4 ഇനീഷ്യൽ എമൗണ്ട് തന്നിട്ടുണ്ട് 13.8 gram. അതുപോലെ ഇക്വിലിബ്രിയത്തിലുള്ള ആ മിക്സറിൻ്റെ ടോട്ടൽ പ്രഷറും തന്നിട്ടുണ്ട് 9.15 ബാർ. ഇതുപയോഗിച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന N2O4ൻ്റെ എമൗണ്ട് എത്രയാണ്? 13.8 gram N2O4 ആണ്. അതെത്ര മോൾസ് ആണെന്ന് കണ്ടുപിടിക്കുക. N2O4 എത്ര മോൾസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് കാണുക? ഗിവൺ മാസിനെ മോളിക്കുലാർ മാസ് N2O4ൻ്റെ മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്താൽ 92 കിട്ടും. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 13.8 by 92 ഈക്വൽ ടു 0.15. ഇത്രയും മോൾ N2O4 ആണ് എടുക്കുന്നത്. ഇനി അത് റിയാക്ട് ചെയ്ത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു. അവിടെയുള്ള ടോട്ടൽ പ്രഷർ 9.15 ബാർ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇനീഷ്യൽ എമൗണ്ട്, അപ്പോൾ ഇനീഷ്യൽ പ്രഷർ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇനീഷ്യൽ പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും? അതിന് നമുക്ക് തന്നിരിക്കുന്നത് ഒരു 1 ലിറ്റർ റിയാക്ഷൻ വെസലിലാണ് എടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചർ 400 കെൽവിനാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ വി ക്യാൻ യൂസ് ദി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. PV ഈക്വൽ ടു nRT. PV ഈക്വൽ ടു nRT. അതിൽ വോളിയം എത്രയാണ്? 1 ലിറ്റർ ആണ്. നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്തു. ആറിൻ്റെ വാല്യൂ, അതായത് പ്രഷർ ബാറിലും വോളിയം ലിറ്ററിലും ടെമ്പറേച്ചർ കെൽവിനിലും ആയിരിക്കുമ്പോൾ R ഇസ് 0.083. ഈ യൂണിറ്റിനനുസരിച്ച്, അതായത് വോളിയം, നമ്പർ ഓഫ് വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ ഇതിനൊക്കെ അനുസരിച്ച് ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. ഇവിടെ അതിൻ്റെ വാല്യൂ വരിക 0.083 ബാർ ലിറ്റർ മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. വാല്യൂ പഠിച്ചു വെക്കണം. ബാറിലുള്ള വാല്യൂ ഇതാണ്. ദെൻ ടെമ്പറേച്ചർ 400 കെൽവിനാണ്. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ വാല്യൂസും കൊണ്ട്, പ്രഷർ ഒഴിച്ച് ബാക്കി എല്ലാ വാല്യൂസും കൊണ്ട് നമുക്ക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനീഷ്യൽ പ്രഷർ, ഇനീഷ്യൽ എമൗണ്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ N2O4ൻ്റെ ഇനീഷ്യൽ പ്രഷർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? P is equal to nRT by V. V1 ആണ്. അപ്പോൾ nRT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. N is 0.15 into 0.083 into 400 divided by 1. കാൽക്കുലേറ്റ് ചെയ്താൽ 4.98 ബാർ കിട്ടും. ദാറ്റ് ഈസ് ദി ഇനീഷ്യൽ പ്രഷർ ഓഫ് N2O4. അപ്പോൾ നമ്മൾ N2O4ൻ്റെ ഇനീഷ്യൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച്. നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ മാസും ടെമ്പറേച്ചർ വോളിയമാണ് തന്നിരുന്നത്. അതുപയോഗിച്ച് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. PV ഈക്വൽ ടു nRT ഉപയോഗിച്ച് നമ്മൾ ഇനീഷ്യൽ പ്രഷറും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ടോട്ടൽ പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം ഇസ് ഗിവൺ. ഇനി ഇക്വിലിബ്രിയം ഇക്വേഷനിൽ ഇനീഷ്യൽ പ്രഷർ, ഇവിടെ പ്രഷർ ഉപയോഗിച്ചാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ ഇനീഷ്യൽ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 4.98 ബാർ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയത് 4.98 ആണ്. NO2ൻ്റെ ഇനീഷ്യൽ പ്രഷർ എന്ത് വരും? 0 ആണ്. ഇനി ഇക്വിലിബ്രിയത്തിൽ എക്സ് എമൗണ്ട് N2O4 റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ എക്സ് ഇവിടെ പ്രഷർ ആകുമ്പോൾ നമ്മൾ പറയുക ഇഫ് എക്സ് ഈസ് ദി ഡിക്രീസ് ഇൻ പ്രഷർ ഓഫ് N2O4 അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലുള്ള N2O4ൻ്റെ പ്രഷറിൽ ഡിക്രീസ് എത്രയാണ്? എക്സ് ആണ്. എന്ന് വെച്ചാൽ അത്രയും N2O4 റിയാക്ട് ചെയ്തു. അപ്പോൾ എത്ര NO2 ഉണ്ടായിട്ടുണ്ടാവും? എക്സ്, ഇതിൻ്റെ പ്രഷർ എക്സ് എമൗണ്ട് കുറയാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത് എത്രയാണ് റിയാക്ട് ചെയ്തത്? എക്സ് എമൗണ്ട് N2O4 റിയാക്ട് ചെയ്തു. അപ്പോൾ എത്ര NO2 ഉണ്ടായിട്ടുണ്ടാവും? ഒരു N2O4 റിയാക്ട് ചെയ്താൽ 2 NO2 ഫോം ചെയ്യും ബാലൻസ് ഇക്വേഷൻ അനുസരിച്ച്. അപ്പോൾ ഇവിടെ എന്താണ്? എക്സ് റിയാക്ട് ചെയ്താൽ 2x എമൗണ്ട് NO2 ഫോം ചെയ്യും. അല്ലെങ്കിൽ നമ്മളിവിടെ പ്രഷറാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ N2O4ൻ്റെ പ്രഷർ എക്സ് എമൗണ്ട് കുറയാന്ന് വെച്ചാൽ അത്രയും NO2ൻ്റെ പ്രഷർ അത്രയും ഇൻക്രീസ് ചെയ്യുന്നു. NO2ൻ്റെ ഇനീഷ്യൽ പ്രഷർ 0 ആണ്. ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ അതിന് എത്ര പ്രഷർ വരും? 2x. ഇവിടെ കോൺസെൻട്രേഷൻ പകരം പ്രഷർ യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ എക്സ് ഈസ് ദി ഡിക്രീസ് ഇൻ പ്രഷർ ഓഫ് N2O4 അറ്റ് ഇക്വിലിബ്രിയം. ദെൻ ദി ഇൻക്രീസ് ഇൻ പ്രഷർ ഓഫ് NO2 അറ്റ് ഇക്വിലിബ്രിയം ഈസ് 2x. ഇക്വിലിബ്രിയം പ്രഷർ ഓഫ് N2O4 is 4.98 minus x and NO2 is 2x. Okay.
ദെൻ ടോട്ടൽ പ്രഷർ ഈസ് ഗിവൺ 9.15 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലിബ്രിയത്തിലുള്ള ഈ മിക്സറിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് N2O4 ആൻഡ് NO2. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി പാർഷ്യൽ പ്രഷേഴ്സ് ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് N2O4 പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് NO is 9.15 ബാർ. ഇനി നമുക്കിവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് N2O4 ഇക്വിലിബ്രിയത്തിലുള്ള പ്രഷർ എത്രയാണ്? 4.98 മൈനസ് എക്സ് പ്ലസ് NO2ൻ്റെ പാർഷ്യൽ പ്രഷർ എത്രയാണ്? 2x അല്ലേ? NO2ൻ്റെ പാർഷ്യൽ പ്രഷർ. സോ 4.98 മൈനസ് എക്സ് പ്ലസ് 2x ഈക്വൽ ടു 9.15 ബാർ. ഇനി നമുക്ക് ഇതിനകത്തുനിന്നും എക്സ് കണ്ടുപിടിക്കാം. 4.98 മൈനസ് എക്സ് പ്ലസ് 2x എന്ത് വരും? പ്ലസ് എക്സ് വരും ഈക്വൽ ടു 9.15. or x equal to 9.15 minus 4.98, that is equal to 4.17 bar. There is a decrease in pressure. അല്ലെങ്കിൽ ഇവിടെ റിയാക്ട് ചെയ്ത എമൗണ്ട് 4.17 ബാർ ആണ്. അങ്ങനെയാണെങ്കിൽ N2O4ൻ്റെ ഇക്വിലിബ്രിയം പാർഷ്യൽ പ്രഷർ എത്രയാണ്? പാർഷ്യൽ പ്രഷർ ഓഫ് N2O4 at equilibrium is 4.98 മൈനസ് എക്സ്. എക്സ് നമ്മൾ കണ്ടുപിടിച്ചു, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4.98 മൈനസ് 4.17 ഈസ് ഈക്വൽ ടു 0.81 ബാർ. അതുപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് NO2 എന്താണ്? 2x. 2 ഇൻറ്റു 4.17 8.34 ബാർ. അപ്പോൾ നമുക്ക് ഇക്വിലിബ്രിയം പ്രഷേഴ്സ് കിട്ടി. ഇക്വിലിബ്രിയത്തിലുള്ള N2O4ൻ്റെയും NO2ൻ്റെയും പ്രഷർ കിട്ടി. ദെൻ ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? KPയും KCയും കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് കാൽക്കുലേറ്റ് KP. KPയുടെ എക്സ്പ്രഷൻ എന്താ? പാർഷ്യൽ പ്രഷർ ഓഫ് NO2 റേസ് ടു 2 ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് N2O4. NO2ൻ്റെ പാർഷ്യൽ പ്രഷർ എത്രയാണ്? 8.34 റേസ് ടു 2 ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് N2O4 എത്രയാണ്? 0.81. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ 85.87 കിട്ടും. സോ KP ഈസ് ഈക്വൽ ടു 85.87. ഇനി KP കിട്ടി. ഇനി എന്താണ്? KC വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. KCക്ക് നമുക്ക് കോൺസെൻട്രേഷൻസ് ഒന്നും തന്നിട്ടില്ല, പക്ഷേ KPയും KCയും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു? KP ഈസ് ഈക്വൽ ടു KC ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ N. KC ഇൻറ്റു RT റേസ് ടു ഡെൽറ്റ N. വാട്ട് ഈസ് ഡെൽറ്റ N? ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് ആൻഡ് ഗേഷ്യസ് റിയാക്റ്റൻസ്. ഇവിടെ എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. പ്രോഡക്റ്റ് 2 മോൾ ഉണ്ട്, റിയാക്റ്റൻറ്റ് 1 മോൾ. സോ ഡെൽറ്റ N ഈസ് 2 മൈനസ് 1 ഈക്വൽ ടു 1. So what is KP? KP is equal to KC into RT. KPയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 85.87 is equal to KC into Rന് വാല്യൂ എത്രയാണ്? 0.083. ടെമ്പറേച്ചർ 400 raised to 1. അപ്പോൾ KC ഇൻറ്റു ഈ വാല്യൂ കിട്ടി. ഇനി KC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 85.87 ഡിവൈഡഡ് ബൈ 0.083 ഇൻറ്റു 400. അത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 2.586. KC equal to 2.586. ഇങ്ങനെയാണ് KP KC ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ്. ദാറ്റ് ഈസ് എ തേർഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എക്സ്റ്റെൻറ്റ് ഓഫ് റിയാക്ഷൻ, പ്രെഡിക്റ്റിംഗ് റിയാക്ഷൻ എക്സ്റ്റെൻറ്റ്. രണ്ടാമത്തത് പ്രെഡിക്റ്റിംഗ് ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ ആൻഡ് കാൽക്കുലേറ്റിംഗ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ്. ഇതൊക്കെ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, താങ്ക് യു.